മൈദമാവൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് ഏറ്റവും ഞാൻ ചെറുപ്പത്തിൽ കഴിച്ച അതേ ടേസ്റ്റിൽ, അതേ ജിലേബിയുടെ ടേസ്റ്റിൽ എനിക്ക് കിട്ടിയത് ഈ ഒരു മാവ് വെച്ച് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ. അപ്പോൾ ആ മാവ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ജിലേബി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പഴയൊരു ചീനച്ചട്ടി എടുത്തിട്ട് ഗ്യാസിൻ്റെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ഞാൻ ഗ്യാസിൻ്റെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളം പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു സംഭവം കൂടിയുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മാവാണ്. ഇപ്പോൾ ഇതെന്താ സംഭവം എന്ന് ഏകദേശം ഒരു പിടുത്തം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഇത് ജിലേബിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ജിലേബി എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പള്ളിപ്പെരുന്നാളിനും ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വെള്ള ജിലേബി ഉണ്ടല്ലോ, ആ ജിലേബിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള മാവാണിത് കേട്ടോ. അപ്പോൾ ഈ മാവ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു മാവാണ്. അതായത് ദോശമാവാണിത് കേട്ടോ. നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കി വരുന്ന മാവാണ്. ഞാൻ ഇത്രയും വർഷമായിട്ട് ദോശ ഉണ്ടാക്കിയെങ്കിലും പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ദോശമാവ് ബാക്കി വന്നാൽ അത് കളയാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ജിലേബി. അപ്പോൾ ആ മാവ് തന്നെ മതി നമുക്ക്. അപ്പം ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടിതേ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്. അതിലിതേ ഒരു ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഈ കണ്ണുള്ള ചിരട്ട എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹോൾസ് ഇടാൻ എളുപ്പമായിരിക്കും കേട്ടോ. ചെറിയൊരു ഹോൾസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒറ്റ ഹോൾസേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാനിത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മാവ് ഇതിലോട്ടേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ വിരൽ വെച്ച്, ഈ ചൂണ്ടുവിരൽ വെച്ചിട്ട് നമ്മൾ ഈ ഹോൾസ് ഇങ്ങനെ അടച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം മാവ് ഒഴിക്കാൻ. ഞാൻ മാവ് ഒഴിക്കുകയാണ്. ഒരുപാട് നിറച്ചൊഴിക്കണമെന്നില്ല, നമുക്ക് ആവശ്യമുള്ളത് ഒഴിക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒഴിക്കാനുള്ള വശത്തിനാണ്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഈ വിരൽ കേട്ടോ, ചൂണ്ടുവിരൽ ഞാനങ്ങോട്ട് മാറ്റുവാണേ. ചൂണ്ടുവിരൽ ഞാൻ മാറ്റിയിട്ട് ഈ മാവ് ഇങ്ങനെ കുറേശ്ശെ ഇതിലോട്ടേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളിങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ.